ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ടേസ്റ്റ് ഓഫ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമുക്ക് ഈ മഴക്കാലത്ത് 4 മണിക്ക് ചായക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരം ഉണ്ടാക്കാം. ഇന്ന് നമുക്ക് കുറച്ച് അവിൽ വിളയിക്കാം. അതിന് വേണ്ടി ഞാനൊരു 200 ഗ്രാമോളം വെല്ലം ചെറുതാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. നല്ലൊരു പാനിയാക്കി എടുക്കാം. അതുപോലെ തന്നെ ഒരു തേങ്ങ ഫുള്ള് ചിരണ്ടിയതാണ്. നല്ല പച്ച തേങ്ങയായിരുന്നു. തീരെ ചെറുതായിട്ട് പീര കനം കുറച്ച് ചിരണ്ടി എടുക്കാം. അതും കൂടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഉരുളി ചൂടായി വരുമ്പോൾ നമുക്ക് അവിൽ ഒരു 250 ഗ്രാം അവിലുണ്ടത്, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെള്ളയവലാണ്. മട്ടയവൽ കൊണ്ടും ആക്കാം, വെള്ളയവൽ കൊണ്ടും ആക്കാം. ഇത് വെള്ളയവലായതുകൊണ്ട് വേഗം കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിരിക്കും. അത് വെള്ളപ്പാനിയിൽ വീണാലും അതിന് ആ ക്രിസ്പിനെസ് നഷ്ടപ്പെടുകയില്ല, കട്ടി ഉണ്ടാവുകയില്ല. നല്ല ടേസ്റ്റാണ് വറുത്തിട്ടാക്കുമ്പോൾ. ചുവന്ന അവലാണെങ്കിലും അത് ഫ്രൈ ചെയ്തിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം മട്ടയവലിന് സ്വാഭാവികമായിട്ടും ഒരു ഡ്രൈനെസ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളിത് വെള്ളപ്പാനിയിലൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഈ മട്ടയവൽ ഒന്നും കൂടെ ഡ്രൈ ആകും. അത് പ്രായമായവർക്കൊക്കെ കഴിക്കാൻ വിഷമമായിരിക്കും. അപ്പോഴേക്കും നമ്മുടെ വെല്ലം ഏകദേശം പാനിയായിട്ടുണ്ട്. തീരെ കൊഴുപ്പിലൊന്നും ആക്കണ്ട, നമുക്കത് കുഴച്ചെടുക്കാനുള്ളതായതുകൊണ്ട് അത്യാവശ്യം ലൂസായിട്ടുള്ള വെള്ളപ്പാനി മതി. നമ്മൾ വെല്ലത്തിന് പകരം ശർക്കര ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ ശർക്കര തീർന്നു പോയി. പിന്നെ വെല്ലം ഇത് നല്ല ക്വാളിറ്റി വെല്ലമാണ്. അധികം കളറില്ല, ഡാർക്ക്നെസ് ഇല്ലാത്ത ലൈറ്റ് ഷെയ്ഡുള്ള വെല്ലമായിരുന്നു. അതുകൊണ്ട് നല്ല തെളിഞ്ഞ വെല്ലപ്പാനിയാണ്, കളറൊന്നും അധികമില്ല. നമ്മുടെ അവിൽ ഏകദേശം റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് മൂത്തൊന്നറിയാൻ വേണ്ടി കയ്യിലിടൊന്ന് തിരുമ്മി നോക്കിയാൽ അത് പൊടിഞ്ഞു വരും. അപ്പോൾ ഏകദേശം നല്ല മൂപ്പായിട്ടുണ്ടാവും. ആ ഉരുളിയിൽ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരി വെക്കുന്നുണ്ട്. ഇത് നമുക്ക് ലാസ്റ്റ് അതിനകത്ത് ഇട്ട് കൊടുക്കാം. അത് നമ്മൾ ഏകദേശം കളറായപ്പോൾ കോരിയെടുത്തു. ഇനി അതിലേക്ക് തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെല്ലപ്പാനി ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ച് അതിലേക്ക് ചേർക്കാം. ആ വെല്ലപ്പാനി അതിനകത്തൊന്ന് കിടന്ന് കുറച്ച് സമയം തിളയ്ക്കണം. കാരണം അതിനകത്ത് വെള്ളത്തിൻ്റെ അംശം നന്നായിട്ടുണ്ടല്ലോ. അതൊന്ന് റെഡിയായി വരുമ്പോഴത്തേനും നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുത്ത ഒരു തേങ്ങ മുഴുവൻ ഞാൻ അതിനകത്ത് ചിരണ്ടിയിട്ടുണ്ട് കേട്ടോ. തേങ്ങയൊക്കെ എത്ര കൂടുന്നോ അത്രയും ടേസ്റ്റ് കൂടുകയുള്ളൂ. പിന്നെ 250ഓളം അവിലെടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത്രയും തേങ്ങയുടെ ആവശ്യമുണ്ട് എന്തായാലും. നമ്മുടെ തേങ്ങ വെല്ലപ്പാനിയിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരട്ടെ. ഈ പലഹാരം ഉണ്ടല്ലോ, ഉണ്ടാക്കി വെച്ച ആഴ്ചകളോടെ നമുക്ക് ഉപയോഗിക്കാം. ഒരു കാരണവശാലും കേടാകുകയില്ല. ഇതിനകത്ത് വെള്ളമയമൊക്കെ കുറവായിരിക്കും. ഇപ്പോൾ ഈ വെള്ളമെല്ലാം പറ്റും. തേങ്ങയുടെയും ആ എണ്ണമയവും നമ്മൾ വറുത്ത അവിലും എല്ലാം കൂടി ആകുമ്പോഴത്തേനും ആ അവിൽ വിളയിച്ചത് ആഴ്ചകളോളം കേടാകാതെ ഇരിക്കും. പണ്ടത്തെ ആൾക്കാരുടെ ഒരു ട്രഡീഷണൽ പലഹാരമാണ് കേട്ടോ ഇത്. ഇന്നിതാർക്കും വേണ്ട, ചുരുക്കം ചിലരെ ഇതൊക്കെ ഉണ്ടാക്കാറുള്ളൂ. എങ്കിലും എൻ്റെ വെല്ലുമ്മിച്ചിയൊക്കെ ഇഷ്ടംപോലെ ആക്കി തന്നിട്ടുണ്ട്. അന്ന് മുതൽ ഇത് നല്ല നമുക്ക് ഇഷ്ടമുള്ള സാധനമായിരുന്നു. വെള്ളപ്പാനിയിൽ കിടന്ന് നമ്മുടെ തേങ്ങ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച അവിൽ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വെള്ളപ്പാനി എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലേക്ക് അത് നമുക്ക് പരമാവധി റെഡിയാക്കാം. കുറേ കൂടെ വെല്ലമൊക്കെ ഒഴിച്ചാൽ കുറച്ചുകൂടെ കളറൊക്കെ വരും. പക്ഷേ ഇതിന് തന്നെ മധുരം കൂടുതലായിരുന്നു കേട്ടോ. നമ്മൾ വറുത്ത് കോരി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അതിനകത്ത് ചേർത്ത് കൊടുത്തു. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിൽ വിളയിച്ചത് റെഡി ആയിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്